ഗോതമ്പ് പാടങ്ങളിൽ ഒരു കുടുംബത്തിലെ 6 അംഗങ്ങൾ ഒരു ദിവസം കൊയ്ത്തിനു പോയാൽ ആകെ 50 കിലോഗ്രാം ഗോതമ്പ് കിട്ടും. അതാണ് 6 പേർക്കും കൂടിയുള്ള കൂലി. വേറെ പണമൊന്നും ലഭിക്കില്ല. പണം ലഭിക്കുന്ന തൊഴിലൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലെ കർഷക തൊഴിലാളികൾ പറയുന്നു. ഇതിനെ അപേക്ഷിച്ച് മികച്ച കൂലി ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവരുടെയെല്ലാം പേര് രജിസ്റ്റർ ചെയ്ത് തിരിച്ചറിയൽ കാർഡും നൽകിയിട്ടുണ്ട്. എന്നാൽ ആർക്കും ഒരു ദിവസം പോലും തൊഴിൽ ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. रोजगार गारंटी के कार्ड बनाए थे तो कोई मजदूरी नहीं, अब घर पे भी कार्ड पड़े हैं. ഇത് ഒരു സ്ഥലത്തെ കർഷകർ മാത്രമല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന തട്ടിപ്പാണെന്ന് വേണം മനസ്സിലാക്കാൻ. रोजगार गारंटी कोई नहीं है, कोई गारंटी नहीं है, रोजगार गारंटी कोई गारंटी नहीं है. हाँ, जो रोजगार गारंटी की मजदूर के लिए जो पैसा मिलता है वो एक भी पैसा नहीं मिलता है. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അർഹരായവർക്ക് കുറഞ്ഞത് 100 ദിവസം തൊഴിൽ നിർബന്ധമായും നൽകണമെന്ന വ്യവസ്ഥയുള്ളപ്പോൾ ഇവരുടെയെല്ലാം പേരിലുള്ള തൊഴിലിൻ്റെ കൂലി ആരാണ് തട്ടിയെടുക്കുന്നത്? അതൊന്നും ഇവർക്കറിയില്ല. തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും ഇതിനൊന്നും ഒരു മാറ്റവുമില്ലെന്ന് മാത്രം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവരുടെ എല്ലാം പേരിൽ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും ഒരു ദിവസം പോലും തൊഴിൽ ലഭിച്ചിട്ടില്ല. ഇതാണ് മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലെ യാഥാർത്ഥ്യം. ശിവപുരിയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കും എഡിറ്റർ ജിതേഷിനുമൊപ്പം ടി കെ ഹരീഷ്, മീഡിയ 1.